എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബംഗ്ലാദേശിനെതിരായ ഒന്നാം T20-യിൽ ഇന്ത്യ ആധികാരിക വിജയം നേടിയിരിക്കുകയാണ്. രണ്ടാം ഇന്നിംഗ്സ് 4 വിക്കറ്റിന് 514 എന്ന ടാർഗറ്റിൽ ഡിക്ലെയർ ചെയ്ത ഇന്ത്യ 280 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ന് നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും മിന്നും ഫോമിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ഒന്നാം ടെസ്റ്റ് മത്സര വിജയശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വളരെ മികച്ച ഒരു വിജയമായിരുന്നു ഇന്നത്തേത്. ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. ഈ മത്സരത്തിൽ ഞങ്ങളെ പിന്തുണച്ച എല്ലാവർക്കും എന്റെയും ടീമിന്റെയും വക നന്ദി അറിയിക്കുന്നു. മികച്ച പ്രകടനമാണ് ടീമിലെ ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിലെ അശ്വിന്റെ ബൗളിംഗ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ടീമിലെ എല്ലാ മെമ്പേഴ്സും വളരെ ഭംഗിയായി തന്നെ അവരവരുടെ റോളുകൾ കൃത്യമായി ചെയ്തു. അത് ഇന്ത്യക്ക് വിജയം അനായാസമാക്കി. ഇന്നത്തെ വിജയം ഞങ്ങൾക്ക് അർഹിച്ചത് തന്നെയാണ്. ഈ മത്സരം വിജയിക്കാൻ കഴിയുമെന്ന വിശ്വാസം തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മത്സരം കഠിനമാകുമോ എന്ന് ആദ്യം ഒന്ന് തോന്നിയിരുന്നു, എങ്കിലും നിസ്സാരമായി തന്നെ അവരെ ഒതുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ യുവ താരങ്ങളെ കൂടെ ടീമിലേക്ക് പരിഗണിക്കാൻ ആണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. കാരണം നാളെയുടെ വാഗ്ദാനമായ അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ തന്നെ ആദ്യം മനസ്സിൽ എത്തുന്നത് ദുലീപ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെയാണ്. സഞ്ജുവിന്റെ ആ ഒരു പ്രകടനം അവനെ ടീമിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ കളിക്കാർ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വരും മത്സരങ്ങളിലും ഇതേപോലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നും രോഹിത് വ്യക്തമാക്കി. ഈ മത്സരം ഇന്ത്യ നന്നായി തന്നെ കളിച്ചു. ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അശ്വിൻ, ബുംറ, പന്ത്, ഗിൽ, ജഡേജ അങ്ങനെ ഓരോരുത്തരുടെയും മികച്ച പ്രകടനമാണ് ഇന്ത്യയെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. സെപ്റ്റംബർ 27-നാണ് ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ അടുത്ത പോരാട്ടം. ആരാകും ആ മത്സരത്തിലെ വിജയി എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.